ഹല്ലേലൂയ. കർത്താവിൽ പ്രിയ സഹോദരി സഹോദരങ്ങളെ, മഹത്വത്തിൻ സാന്നിധ്യം ഈ ശുശ്രൂഷയിലേക്ക് നിങ്ങളെ ഓരോരുത്തരെയും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. 17-ാം സങ്കീർത്തനം 14-ാം വചനത്തിൽ സങ്കീർത്തകനായ ദാവീദ് നമ്മോട് പങ്കുവെക്കുകയാണ്. ഈ ലോക ജീവിതം മാത്രം ഓഹരിയായി കരുതുന്ന മനുഷ്യരിൽ നിന്ന് അങ്ങയുടെ കരം എന്നെ രക്ഷിക്കട്ടെ. എത്ര മനോഹരമായ പ്രാർത്ഥനയാണിത്. ഈ നാളുകളിൽ ഞാനും നിങ്ങളും ഒരുമിച്ച് പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനയാണിത്. ഈ ലോക ജീവിതം മാത്രം അവകാശമായി കരുതുന്ന മനുഷ്യരിൽ നിന്ന് കർത്താവേ, അങ്ങയുടെ കരം എന്നെ രക്ഷിക്കട്ടെ. ഒരു വിശ്വാസി ഈ ലോകം കണ്ട് ജീവിക്കാൻ വിളിക്കപ്പെട്ടവനല്ല. കർത്താവിൻ്റെ സുവിശേഷം നമ്മോട് പ്രഖ്യാപിക്കുന്നത് ഈ ലോക ജീവിതത്തിനപ്പുറം നിത്യമായൊരു ജീവിതം നമുക്കുണ്ട് എന്നുള്ള വലിയ സത്യമാണ്. ഈ വചനം തരുന്ന വെളിപാടിൽ നമ്മുടെ ഹൃദയം ഉറപ്പിച്ച് വളരെ പ്രാർത്ഥനയോടെ ഇന്നത്തെ ശുശ്രൂഷകളിലേക്ക് നമുക്ക് പ്രവേശിക്കാം. നമ്മുടെ മനസ്സിന് അലട്ടുന്ന വിവിധങ്ങളായ ഭാരങ്ങൾ, ശാരീരികമായ ക്ഷീണം, തളർച്ച, മടുപ്പുകൾ, ഹൃദയത്തിൻ്റെ ആകുലതകൾ, ആശങ്കകളെല്ലാം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ സമർപ്പിച്ചുകൊണ്ട് നമ്മുടെ എല്ലാ സങ്കടങ്ങളിലും ദുരിതങ്ങളിലും ആത്മാവിൻ്റെ തീയിറങ്ങുവാൻ, കർത്താവിൻ്റെ കൃപയുടെ സമൃദ്ധി വ്യാപരിക്കുവാൻ ഒരു മനസ്സോടെ നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയമാണിത്. സാധിക്കുന്ന എല്ലാവരും വലതുകരം സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് നിങ്ങളായിരിക്കുന്നിടത്ത് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവമേ, നിത്യതയുടെ വെളിച്ചം ഞങ്ങൾക്ക് നൽകണമേ. നിത്യതയുടെ വെളിച്ചം ഞങ്ങൾക്ക് നൽകണമേ. ഈ ലോക ജീവിതം മാത്രം അവകാശമായി കരുതുന്ന മനുഷ്യരിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. കർത്താവേ, നിത്യതയുടെ പ്രത്യാശ നൽകണമേ. പരിശുദ്ധാത്മാവേ വരണമേ. ഞങ്ങളുടെ ഹൃദയങ്ങളെ തുറക്കണമേ. ദൈവവചനത്തിന്റെ മർമ്മങ്ങൾ ഗ്രഹിക്കുവാൻ ഞങ്ങളുടെ ആത്മാവിന്റെ കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ. ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി. കരങ്ങളടിച്ച് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് നമ്മൾ ഒരുമിച്ച് പാടി പ്രാർത്ഥിക്കുക. നമ്മുടെ കർത്താവ് സർവാധിപനും സർവശക്തനുമാണ്. കർത്താവിന്റെ ജീവനുള്ള വചനത്തിൽ പ്രത്യാശ അർപ്പിച്ചുകൊണ്ട് എൻ്റെ സഹോദരി സഹോദരങ്ങളെ, സ്വർഗം നമുക്കായി തന്നിരിക്കുന്ന ഈ നല്ല നിമിഷത്തെ, കുടുംബങ്ങളിലായിരിക്കുന്നവരെ, സമർപ്പിത സമൂഹങ്ങളിലിരുന്ന് ഈ ശുശ്രൂഷ കാണുന്നവരെ, നിങ്ങൾ ഏത് അവസ്ഥയിലാണോ അവിടെ ആയിരുന്ന് ഒരുമിച്ച് പാടി പ്രാർത്ഥിക്കുക. ജനലക്ഷങ്ങൾ ഈ പ്ലാറ്റ്ഫോമിലേക്ക് ഒരുമിച്ച് വന്ന് പ്രാർത്ഥിക്കുന്ന സമയമാണ്. കർത്താവ് ഇറങ്ങി വരുന്ന സമയം, ദൈവത്തിന്റെ ആത്മാവ് ഇടപെടുന്ന സമയം. Come Holy Spirit, move. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരമടിച്ച് നമ്മൾ ഒരുമിച്ച് പാടുന്നു. ക്രിസ്തീയ ജീവിത പാതയിൽ ഞാൻ കർത്താവുമായി യാത്ര ചെയ്യും. എത്ര മനോഹരമാണ് ഈ ഒരു ജീവിതം. ഇതാണ് വിശ്വാസ ജീവിതം. കഷ്ടതയായാലും നഷ്ടങ്ങൾ വന്നാൽ കർത്താനെ പിന്തുടർന്നിടും. നമ്മുടെ ഉറച്ച തീരുമാനമാണ്. എന്തൊക്കെ സംഭവിച്ചാലും കർത്താവിനെ വിട്ടുപോകത്തില്ല. ക്രിസ്തീയ ജീവിത പാതയിൽ ഞാൻ കർത്താവുമായി യാത്ര ചെയ്യും. കൃപ തരണമേ. കർത്താവെ, അങ്ങയെ പിൻപറ്റുവാൻ, അങ്ങയെ മാത്രം ആശ്രയിക്കുവാൻ, അവിടുത്തെ കരം പിടിക്കുവാൻ. കഷ്ടതയായാലും നഷ്ടങ്ങൾ വന്നാൽ കർത്താനെ പിന്തുടർന്നിടും. ആമേൻ കർത്താവേ, ആമേൻ കർത്താവേ, ആമേൻ കർത്താവേ. കൃപ തരണമേ. കഷ്ടത പട്ടിണി ഏറിടുമ്പോൾ, ആപത്തു നാളുകൾ വന്നിടുമ്പോൾ,
ഞാൻ കുലുങ്ങുകയില്ല. ഞാൻ ഒറ്റയ്ക്കല്ല, എന്റെ കർത്താവിന്റെ കൂടെയുണ്ട്. ആമേൻ. കാൽവരി സ്നേഹത്തെ ഓർത്തിടും ഞാൻ, കനിവുള്ള കരങ്ങളാൽ താങ്ങിടും താൻ. കർത്താവിന്റെ കരുതല്, കർത്താവിന്റെ വിശ്വസ്തത അത് അനുഭവിച്ച് ആനന്ദത്തോടെ പാടുകേ. ക്രിസ്തീയ ജീവിത പാതയിൽ ഞാൻ കർത്താവുമായി യാത്ര ചെയ്യും. നന്ദി കർത്താവേ, നന്ദി കർത്താവേ, ഈ ഒരു ജീവിതം തന്നതിനായി, ഈ ഒരു സൗഭാഗ്യം തന്നതിനായി, ഈ ഒരു കൃപ തന്നതിനായി, അഭിഷേകം തന്നതിനായി, സ്നേഹം തന്നതിനായി, കരുതലിന്, വിശ്വസ്തതയ്ക്ക്, പരിപാലനയ്ക്ക്, കാരുണ്യത്തിന് നന്ദി, നന്ദി, നന്ദി കർത്താവേ, നന്ദി കർത്താവേ, നന്ദി ഈശോയേ, പരിശുദ്ധ ത്രിത്വമേ, നന്ദി, നന്ദി, നന്ദി. നന്ദിയോടെ ആനന്ദത്തോടെ ഇരു കരങ്ങളും ഉയർത്തി ഇടിമുഴക്ക ശക്തിയോടെ, പൂർണ്ണ ശക്തിയോടെ നമ്മുടെ കർത്താവിന്റെ അത്ഭുത നാമം വിളിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവേ, ഈശോയേ, കൃപ തരണമേ, കൃപ തരണമേ. ഈ ലോക ജീവിതത്തിൽ വിശ്വസ്തയോടെ, വിശുദ്ധിയോടെ, സ്നേഹത്തോടെ, വിശ്വാസത്തോടെ അങ്ങയോട് ചേർന്ന് അങ്ങയുടെ ഐക്യപ്പെട്ട ഒരാത്മാവായി ജീവിക്കാൻ കൃപ തരണമേ. ജീവിതത്തിന്റെ ഏത് സാഹചര്യത്തിലും കർത്താവേ അങ്ങയെ മാത്രം ആശ്രയിക്കുവാൻ, അവിടുത്തെ വിശ്വസ്തതയിൽ ശരണപ്പെടുവാൻ കൃപ തരണമേ, കൃപ തരണമേ. അഭിഷേകം നൽകണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കുടുംബങ്ങളിൽ ദൈവശക്തി ഇറങ്ങട്ടെ, കൂട്ടായ്മയിൽ അഭിഷേകം തീ ഇറങ്ങട്ടെ. കർത്താവിന്റെ തീ സാന്നിധ്യം ജനകോടികളിൽ കത്തിപ്പടരട്ടെ. ലോർഡ് ഫയർ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കൃപൊഴുകട്ടെ, കൃപൊഴുകട്ടെ, കൃപൊഴുകട്ടെ. ഈശോയെ, 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 നന്ദിയോടെ സ്തുതിക്കുന്നു, നന്ദിയോടെ സ്തുതിക്കുന്നു. ദൈവവചനത്തിന്റെ മർമ്മങ്ങൾ ഗ്രഹിക്കുവാൻ അനേകം ഹൃദയങ്ങളെ പരിശുദ്ധാത്മാവേ തുറക്കണമേ. ആത്മാവിനെ പ്രകാശിപ്പിക്കണമേ. ബുദ്ധിയുള്ള അന്ധകാരം നീങ്ങിപ്പോകട്ടെ. അവിടെയെല്ലാം കൃപ നിറയട്ടെ, കൃപ നിറയട്ടെ, കൃപ നിറയട്ടെ. അമ്മ മാതാവി, സൗസപിതാവേ, സകല വിശുദ്ധരെ പ്രാർത്ഥിക്കണമേ. ആമേൻ. ഹല്ലേലൂയ. വചനം ധ്യാനിക്കുമ്പോൾ പ്രിയ ദൈവമക്കളെ, നമ്മുടെ ജീവിതങ്ങളെ പ്രത്യാശയാൽ ഉണർത്തുന്ന കർത്താവിൻ്റെ വചനത്തിൻ്റെ മുൻപിൽ പ്രാർത്ഥനാപൂർവം എല്ലാവരും ആയിരിക്കുക. ദൈവവചനത്തിൽ നിന്ന് പരിശുദ്ധാത്മാവ് ഇന്ന് നമുക്ക് നൽകുന്ന ആലോചന നമ്മുടെ യഥാർത്ഥ പ്രത്യാശ എന്താണ്? നമ്മുടെ യഥാർത്ഥ പ്രത്യാശ എന്താണ്? മഹാമാരിയുടെ നാളുകളിൽ ഒരുപാട് ദുഃഖ ദുരിതങ്ങളിലൂടെ, സങ്കടങ്ങളിലൂടെയാണ് നമ്മളെല്ലാം കടന്നു പോകുന്നത്. പ്രത്യാശിക്കാൻ അധികം വകയില്ലാത്ത ഒരു ലോകത്തിലാണ് നമ്മളെല്ലാം ആയിരിക്കുന്നത്. കേൾക്കുന്നതെല്ലാം നമ്മുടെ മനസ്സിനെ സങ്കടപ്പെടുത്തുന്ന, നമ്മുടെ ഹൃദയത്തെ ഭാരപ്പെടുത്തുന്ന അനേകം കാര്യങ്ങളാണ്. എന്നാൽ ഈ പ്രതിസന്ധിയുടെ നിമിഷങ്ങളിലെല്ലാം ഒരു യഥാർത്ഥ ദൈവ പൈതലിൻ്റെ പ്രത്യാശ വർദ്ധിക്കുകയാണ്. കാരണം അവൻ്റെ ആശ്രയം ലോകത്തിലല്ല, ദൈവമായ കർത്താവിലാണ്. നമ്മുടെ യഥാർത്ഥ പ്രത്യാശ എന്താണെന്ന് പരിശുദ്ധാത്മാവ് എന്നോടും നിന്നോടും ചോദിക്കുകയാണ്. നമ്മൾ ആരിലാ പ്രത്യാശ അർപ്പിച്ചിരിക്കുന്നത്? നമ്മുടെ യഥാർത്ഥമായ പ്രത്യാശ എന്താണ്? നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോഴും എന്ത് പ്രത്യാശയാണ് നമ്മളെ ജീവിക്കുവാനായി പ്രേരിപ്പിക്കുന്നത്? ഈ വിഷയത്തിലേക്ക് ദൈവത്തിൻ്റെ ആത്മാവ് വെളിച്ചം വീശുകയാണ് ദൈവവചനത്തിലൂടെ. അപ്പോസ്തലനായ യോഹന്നാൻ എഴുതിയ 1-ാമത്തെ ലേഖനം 3-ാം അധ്യായം 3-ാം തിരുവചനം. ഈ പ്രത്യാശയുള്ളവർ അവിടുന്ന് പരിശുദ്ധനായിരിക്കുന്നത് പോലെ തന്നെ വിശുദ്ധനാക്കുന്നു. ഈ വചനത്തിലൂടെ കർത്താവിൻ്റെ ആത്മാവ് നമുക്ക് നൽകുന്ന ആലോചന എന്താണ്?
ഈ പ്രത്യാശയുള്ളവൻ ദൈവം പരിശുദ്ധനായിരിക്കുന്നത് പോലെ തന്നെ തന്നെ വിശുദ്ധനാക്കുന്നു. ഏത് പ്രത്യാശയാണ്? നിത്യജീവനെക്കുറിച്ചുള്ള പ്രത്യാശയാണ്. കർത്താവായ യേശുവിനെ കുറിച്ചുള്ള പ്രത്യാശയാണ്. നമ്മുടെ നിത്യജീവൻ മറ്റാരുമല്ല, കർത്താവായ ഈശോ തന്നെയാണ്. യേശു ക്രിസ്തുവിലുള്ള നമ്മുടെ പ്രത്യാശയാണ് ഈ ലോക ജീവിതത്തിൽ പാപം നിറഞ്ഞ, വക്രതയുള്ള, ദുഷിപ്പ് നിറഞ്ഞ, എല്ലാവിധത്തിലുള്ള മ്ലേച്ഛതകളും ഒരു പ്രളയം പോലെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഈ തലമുറയിൽ വിശ്വാസത്തോടെ, വിശുദ്ധിയോടെ എനിക്കും നിനക്കും ജീവിക്കാൻ സാധിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവ് നിത്യജീവന്റെ പ്രത്യാശയാൽ നമ്മുടെ ആത്മാവിനെ ഉണർത്തണം. അവർക്ക് മാത്രമാണ് പാപത്തിന്റെ കുത്തൊഴുക്കിൽ വീറോടെ, കൃപയോടെ കർത്താവിനോട് ഐക്യപ്പെട്ട് ജീവിക്കാൻ സാധിക്കുക. നമ്മൾ നേരത്തെ പാടിയില്ലേ, ക്രിസ്തീയ ജീവിത പാതയിൽ കർത്താവുമായി യാത്ര ചെയ്യും. അതാണ് വിശ്വാസ ജീവിതം. ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മുടെ യാത്ര നമ്മുടെ കർത്താവിനോട് കൂടെയാണ്. കർത്താവിനോട് കൂടെയല്ലെങ്കിൽ അത് അപകടമാണെന്നാണ് പരിശുദ്ധാത്മാവ് ദൈവവചനത്തിലൂടെ കാണിച്ചു തരുന്നത്. അപ്പോൾ ഈശോയുടെ കൂടെയുള്ള ജീവിതമാണ് ഈ ലോകത്തിൽ നമ്മുടെ നിത്യ ജീവിതത്തിൻ്റെ ജീവിതം എന്ന് പറയുന്നത്. ഈ പ്രത്യാശ നമുക്കുണ്ടാകണം ദൈവമക്കളെ. ഈ പ്രത്യാശ ഉള്ളത് കൊണ്ട് വിശുദ്ധരായത്. എന്തുകൊണ്ടാണ്? മരിയ ഗൗരി വെറും 11 വയസ്സ് മാത്രം പ്രായമുള്ള ആ ചെറിയ പെൺകുട്ടി കാമവെറി പൂണ്ട് അലക്സാണ്ടർ എന്ന ചെറുപ്പക്കാരൻ തൻ്റെ ശുദ്ധതയെ നശിപ്പിക്കുവാൻ വന്നപ്പോൾ, ശുദ്ധത എന്ന പുണ്യത്തിനു വേണ്ടി രക്തസാക്ഷിത്വം വരിച്ചുകൊണ്ട് കർത്താവിനോടുള്ള തന്റെ സ്നേഹവും തന്റെ വിശുദ്ധിയും അവൾ വെളിപ്പെടുത്തുകയായിരുന്നു. ഈ കാലഘട്ടത്തിലെ പെൺകുട്ടികൾക്ക് മരിയ ഗൗരിത്ത് വലിയൊരു വെല്ലുവിളിയെ തരുന്നത് ഫ്രണ്ട്ഷിപ്പിന്റെ പേര് പറഞ്ഞ് എന്തൊക്കെയാണ് നടക്കുന്നത്. ക്ലബ് ഹൗസിലൂടെ, ഫേസ്ബുക്കിലൂടെ, വാട്സപ്പിലൂടെ, അനാവശ്യമായ ചാറ്റിങ്ങിലൂടെ എന്തൊക്കെയാണ് നടമാടിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ മനസ്സിനെ ഒരുപാട് നൊമ്പരപ്പെടുത്തുന്ന വിധത്തിൽ നമ്മുടെ അനേകം കുഞ്ഞുങ്ങളെ ഇന്ന് പിശാച് മലിനപ്പെടുത്തിയിരിക്കുക. ഈ ലോകത്തിന്റെ മ്ലേച്ഛതയിലും ജഡീകതകളിലും അശുദ്ധികളിലും അവർ മുങ്ങി താഴ്ന്നുകൊണ്ടിരിക്കുക. സ്വർഗം അവരെ നോക്കി ഒത്തിരി തേങ്ങുന്നുണ്ട് പ്രിയപ്പെട്ടവരെ. ഈ ഒരു നൊമ്പരം നമുക്കുണ്ടാകണം. അവരെ കർത്താവിന് വേണ്ടി പിടിച്ചെടുക്കണ്ടേ? കർത്താവിന്റെ തീ പിടിച്ച ആത്മാക്കളായി അവരെ രൂപപ്പെടുത്തുക എന്നുള്ളത് നമ്മുടെ ഓരോരുത്തരുടെ ഉത്തരവാദിത്തമാണ്. അതിനുവേണ്ടി മുട്ടുമടക്കണം, പ്രാർത്ഥിക്കണം. നമ്മുടെ വിഷയം അതല്ല, അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് കടക്കുന്നില്ല. ഇങ്ങനെയുള്ള പാപകരമായ സാഹചര്യങ്ങളിൽ അനേകം വിശുദ്ധാത്മാക്കള് വിശുദ്ധി കാത്തു സൂക്ഷിച്ചത് ഈ പ്രത്യാശയുള്ളത് കൊണ്ടാണ്. ഈ കാലഘട്ടത്തിലും അനേക യുവജനങ്ങള് എല്ലാവരും നശിച്ചു പോയിട്ടൊന്നുമില്ല. വിശുദ്ധിയോടെ, കൃപയോടെ ജീവിക്കുന്ന നൂറുകണക്കിന് യുവജനങ്ങൾ തിരുസഭയിലുണ്ട്. അതാണ് സഭയുടെ ശക്തി. അപ്രകാരം ജീവിക്കുന്ന സമർപ്പിതരുണ്ട്, കുടുംബസ്ഥരുണ്ട്, വന്യവൈദികരുണ്ട്. ഇതൊക്കെ സഭയുടെ സമ്പന്നത ദൈവമക്കളെ. അവര് പൊട്ടന്മാരായതുകൊണ്ടോ മന്ദബുദ്ധികളായതുകൊണ്ടോ അവർക്ക് ഈ ലോകസുഖങ്ങൾ ആസ്വദിക്കുവാനുള്ള കഴിവില്ലാത്തത് കൊണ്ടല്ല. നല്ല ചോരയും നീരുമുള്ള ജീവിതങ്ങൾ ഇവരൊക്കെ. എന്തുകൊണ്ട്? ഈ പ്രത്യാശ, ഇറ്റേണൽ ലൈഫ്, നിത്യജീവനെ കുറിച്ചുള്ള പ്രത്യാശ അവർക്ക് മാത്രമാണ്. ഈ വെളിച്ചം കിട്ടിയ ആത്മാക്കൾക്ക് മാത്രമാണ് ഈ ലോകത്തിൽ കൃപയോടെ ജീവിക്കുവാൻ, കർത്താവിനോട് ഐക്യപ്പെട്ട് ജീവിക്കാൻ സാധിക്കുകയുള്ളൂ. ഇന്ന് വചനത്തിൽ നിന്ന് അപ്പോസ്തലനായ പൗലോസ് കൊരിന്തോസ് സഭയ്ക്ക് എഴുതിയ 2-ാമത്തെ ലേഖനം 5-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള വചനങ്ങളിലൂടെ ഒരു 4-5 കാര്യങ്ങൾ പെട്ടെന്ന് നിങ്ങളുമായി പങ്കുവെക്കാൻ കർത്താവിൻ്റെ ആത്മാവിനെ പ്രചോദിപ്പിക്കുകയാണ്. ഒന്നാമത്തേത് അവിടെ പറയുന്നത് പൗലോസ്ലിഹായുടെ പ്രത്യാശയാണ്, അദ്ദേഹത്തിന്റെ ഉറപ്പാണ്. എന്നാ ഒരു പ്രത്യാശയായിരുന്നു പൗലോസിന്റെ ജീവിതം നോക്കുമ്പോൾ കർത്താവിന്റെ വചനത്തിന് വേണ്ടി, തിരുസഭയ്ക്ക് വേണ്ടി ഇതുമാത്രം പീഡനങ്ങൾ സഹിച്ചു. കടലിൽ ഒഴുകി നടന്നു, കൊള്ളക്കാരാൽ പീഡിപ്പിക്കപ്പെട്ടു. അപ്പോസ്തലന്റെ സഹനത്തെക്കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്. ഒരു മനുഷ്യ ജീവിതത്തിൽ ലഭിക്കാവുന്ന പീഡനങ്ങളിലൂടെ, കഠോരമായ ദുരിതങ്ങളിലൂടെ സ്ലീഹ കടന്നുപോയി.
ഇതിന്റെ നടുവിലും പരാതികളില്ലാതെ, പരിഭവങ്ങളില്ലാതെ കർത്താവിനോട് ഐക്യപ്പെട്ട് വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കാൻ എന്തുകൊണ്ടാണ് വിശുദ്ധ പൗലോസിന് കഴിഞ്ഞത്? ഈ ഉറപ്പാണ്, മാറ്റമില്ലാത്ത ഈ പ്രത്യാശ. എന്ത് പ്രത്യാശ? 5-ാം അധ്യായം 1-ാം വചനത്തിൽ വചനം പറയാണ്, ഞങ്ങൾ വസിക്കുന്ന ഈ ഭൗമിക ഭവനം നശിച്ചു പോകുമെങ്കിലും, ഇതൊക്കെ നശിച്ചു പോകും, ലോകത്തിന്റെ ഇമ്പങ്ങളെല്ലാം കടന്നു പോകും, എന്നാൽ കരങ്ങളാൽ നിർമ്മിതമല്ലാത്തതും ദൈവം ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്നതുമായ ഒരു സ്വർഗീയ വസന്തി, ഒരു സ്വർഗീയ ഭവനം ഞങ്ങൾക്കുണ്ടെന്ന് ഞങ്ങൾ അറിയുന്നു. ഹല്ലേലൂയ! ഈ ഒരു ഉറപ്പ് നമുക്ക് എത്ര പേർക്കുണ്ട് പ്രിയപ്പെട്ടവരെ? മനുഷ്യകരങ്ങളാൽ നിർമ്മിതമല്ലാത്ത, തന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി, തന്നോട് വിശ്വസ്ത പുലർത്തി ജീവിച്ചവർക്ക് വേണ്ടി കർത്താവ് ഒരുക്കി വെച്ചിരിക്കുന്ന സ്വർഗീയമായ ഭവനം ഞങ്ങൾക്കുണ്ടെന്ന് ഞങ്ങൾ അറിയുന്നു. ഇത് ഭയങ്കരമായൊരു പ്രത്യാശയാണ്. ഈ പ്രത്യാശയാണ് അവസാന ശ്വാസം വരെ കർത്താവിനോടും സഭയോടും വിശ്വസ്തത പുലർത്തി ജീവിക്കാൻ അപ്പോസ്തലനായ പൗലോസിന് കഴിഞ്ഞത്. ഞങ്ങൾ അറിയുന്നു എൻ്റെ സഹോദരി സഹോദരങ്ങളെ, ഈ ഒരു പ്രത്യാശ കൊണ്ട് നമ്മുടെ ജീവിതങ്ങൾ നിറയണം, നമ്മുടെ കുടുംബങ്ങൾ നിറയണം, നമ്മുടെ മക്കൾ നിറയണം, നമ്മുടെ സന്യാസ സമൂഹങ്ങൾ, സമർപ്പിത സമൂഹങ്ങളെല്ലാം നിറയപ്പെടേണ്ടത് ഈ പ്രത്യാശ കിട്ടിയാൽ പിന്നെ പ്രാർത്ഥിക്കാൻ, പരിത്യാഗമെടുക്കാൻ, എളിമപ്പെടുവാൻ, വിട്ടുകൊടുക്കാൻ, സ്നേഹിക്കാൻ, ചെറുതാകുവാൻ, കർത്താവിനോട് ഐക്യപ്പെട്ട് ജീവിക്കാൻ ആരും നമ്മളെ നിർബന്ധിക്കേണ്ട. ആ ആത്മാവ് അതിനെ തന്നെ സജ്ജമാക്കാൻ തുടങ്ങും. പ്രത്യാശ സ്വർഗീയ ഭവനത്തെക്കുറിച്ചാണ്. അത് ഈശോ തന്നെ സ്നേഹിക്കുന്നവർക്ക് നൽകുന്നതാണ്. രണ്ടാമത് പൗലോസ്ലീഹ പറയുന്നുണ്ട്, തൻ്റെ അടങ്ങാത്ത ആഗ്രഹം എന്താണ്? ഈ ലോകത്തിലെ സുഖങ്ങൾ അനുഭവിക്കാനല്ല, പദവികളും സ്ഥാനമാനങ്ങളും അംഗീകാരത്തിനും ഒന്നുമല്ല. ഇന്ന് ആത്മീയ ശുശ്രൂഷകളിൽ, എന്തിനും മിനിസ്ട്രികളിൽ വരെ, കർത്താവ് രൂപം കൊടുത്ത മിനിസ്ട്രികളിൽ വരെ പലരും സുവിശേഷ വേലയിൽ പ്രവർത്തിക്കുന്നത് എൻ്റെ 31 വർഷത്തെ ശുശ്രൂഷ ജീവിതത്തിൽ പല അനുഭവങ്ങളുണ്ടായിട്ടുണ്ട്. ഇതുപോലെ എത്ര അനുഭവങ്ങൾ എന്നേക്കാൾ അധികമായി നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉണ്ടായിട്ടുണ്ട്. പലരും കർത്താവിൻ്റെ പേരും പറഞ്ഞ് വരുന്നത് അധികാരത്തിന് വേണ്ടി, അതിൻ്റെ കോർഡിനേറ്റർ സ്ഥാനത്തിന് വേണ്ടി, അല്ലെങ്കിൽ അവിടെ അതിൻ്റെ ഇൻചാർജുകളാകാൻ വേണ്ടി, അങ്ങനെ സ്ഥാനമാനങ്ങൾ കിട്ടാൻ, അതിവിടെ പദവികൾ അലങ്കരിക്കാൻ, അങ്ങനെ ഇതൊക്കെ ഒരു വലിയ കാര്യമാണെന്ന് ചിന്തിച്ച് ലോകത്തിൻ്റെ മുൻപിലുള്ള മാന്യതയ്ക്ക് വേണ്ടിയാണ് പലരും ഇന്ന് കർത്താവിൻ്റെ കൂടെ നടക്കുന്നത്. കർത്താവിനെ മാത്രം ആഗ്രഹിച്ചുകൊണ്ട് എത്ര പേര് കർത്താവ് രൂപം നൽകിയ മിനിസ്ട്രികളിൽ നിൽപ്പുണ്ട്. എൻ്റെ ലക്ഷ്യം കർത്താവിനെ പ്രാപിക്കുക, കർത്താവിനെ സ്നേഹിക്കുക എന്നുള്ളതാണ്, കർത്താവിനെ അനുസരിക്കുക എന്നുള്ളതാണ്, കർത്താവ് എനിക്ക് തന്നിരിക്കുന്ന നേതൃത്വത്തോട് വിധേയത്വം പുലർത്തുക എന്നുള്ളതാണ്. ഈ ഒരു ആഗ്രഹത്തോടെ, ഈ ഒരു തീഷ്ണതയോടെ എത്ര പേരിന്ന് കർത്താവിൻ്റെ മിഷൻ ചെയ്യുന്നുണ്ട്? ഒത്തിരി പേര് ചെയ്യുന്നുണ്ട്. ഞാൻ അവരെ ഓർത്ത് ദൈവം നന്ദി പറയാം. പക്ഷെ നല്ലൊരു ശതമാനം കർത്താവിന് മാത്രം ആഗ്രഹിച്ചല്ല വരുന്നത്. അവിടെ ലക്ഷ്യങ്ങൾ വേറെ പലതുമാണ് ദൈവമക്കളെ. അതുകൊണ്ട് പലരും ഒരു ലെവല് വിട്ട് വളരാത്തത്, ഉയരാത്തത് നമ്മളോട് പരിശോധിക്കണം. പൗലോസ്ലീഹ പറയും, എൻ്റെ അടങ്ങാത്ത ആഗ്രഹം ഈ ലോകത്തിൽ വലിയവളായി മാറാനല്ല, കർത്താവ് എനിക്കായി ഒരുക്കി വെച്ചിരിക്കുന്ന ആ സ്വർഗീയ വസന്തി, ആ സ്വർഗീയ ഭവനത്തിലായിരിക്കുവാൻ ഞാൻ വെമ്പൽ കൊള്ളുകയാണ്. ഹല്ലേലൂയ! ഞാൻ അതിയായി ആഗ്രഹിക്കുകയാണ്. ഈ ലോകത്തിന്റെ സുഖങ്ങളൊന്നും എനിക്ക് വേണ്ട. ഈ ലോകത്തിന്റെ പദവികൾ, അംഗീകാരങ്ങൾ, കയ്യടികൾ, അധികാര സ്ഥാനമാനങ്ങൾ ഒന്നും എനിക്ക് വേണ്ട. എനിക്ക് എൻ്റെ കർത്താവിനെ സ്നേഹിച്ചാൽ മതി. എൻ്റെ കർത്താവായി എനിക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന ആ സ്വർഗീയ ഭവനത്തിലായിരിക്കുവാൻ ഞാൻ അതിയായി ആഗ്രഹിക്കുന്നു. 73-ാം സങ്കീർത്തനത്തിൽ ആസാഫ് പറയുന്നുണ്ട്, സ്വർഗത്തിൽ അങ്ങല്ലാതെ വേറെ ആരാണ് എനിക്കുള്ളത്? ഭൂമിയിൽ അങ്ങയല്ലാതെ മറ്റൊന്നിനെയും ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇതാണ് യഥാർത്ഥമായ ആത്മീയ ജീവിതം. കർത്താവിനെ മാത്രം ആഗ്രഹിച്ചുകൊണ്ട് വേണം നമ്മൾ കർത്താവിൻ്റെ വേല ചെയ്യാൻ, നമ്മൾ കർത്താവിനെ ആരാധിക്കാൻ, കർത്താവിനെ സ്നേഹിക്കാൻ. നശ്വരമായ നേട്ടങ്ങൾക്ക് വേണ്ടി, ഭൗതികമായ നന്മകൾക്ക് വേണ്ടി മാത്രം നമ്മൾ കർത്താവിനെ സ്നേഹിക്കരുത്. അത് ശരിയായൊരു സ്നേഹമല്ല എന്നാണ് വിശുദ്ധ പൗലോസ് തൻ്റെ ജീവിതത്തിലൂടെ നമ്മെ ഉദ്ബോധിപ്പിക്കുന്നത്. മൂന്നാമത് അവിടെ പൗലോസ്ലീഹ പറയുന്നുണ്ട്,
അദ്ദേഹത്തിൻ്റെ ധൈര്യം, ഞാൻ പലപ്പോഴും പൗലോസിൻ്റെ ജീവിതം നോക്കി കഴിയുമ്പോൾ എന്നാ ഒരു കറേജാ, എന്നാ ഒരു ധൈര്യമാണ് അദ്ദേഹത്തിന്. രാജാക്കന്മാരുടെ മുമ്പിൽ പോലും മുട്ടുവരയ്ക്കാതെ കർത്താവിൻ്റെ സുവിശേഷം അവർ അറിയിച്ചു. ജയിലിൽ കിടക്കുമ്പോൾ ധീരതയോടെ അനേകം സഭകളെ ഉണർത്തുവാനായി, ആശ്വസിപ്പിക്കുവാനായി, ബലപ്പെടുത്തുവാനായി പല ലേഖനങ്ങൾ അദ്ദേഹം രചിച്ചു. അദ്ദേഹം ഒന്നും കൂസലുണ്ടായിരുന്നില്ല. ലോകത്തിൻ്റെ ഞെരുക്കങ്ങളിൽ ലോകം അദ്ദേഹത്തെ പീഡിപ്പിച്ചപ്പോൾ ഭയപ്പെട്ടില്ല. എന്തുമാത്രം സഹനങ്ങളിലൂടെ, പീഡനങ്ങളിലൂടെ പൗലോസിലേക്ക് കടന്നുപോയി. അതിൻ്റെ നടുവിലും ചങ്കൂറ്റത്തോടെ, തല ഉയർത്തിയ അഭിമാന ബോധത്തോടെ പൗലോസിലേക്ക് നിൽക്കുക. എവിടുന്ന് കിട്ടി ഈ കോൺഫിഡൻസ്? പൗലോസിലേക്ക് പറയുന്നുണ്ട്, ഞാൻ ഒറ്റയ്ക്കല്ല. കൊരിന്ത്യസ്കാർക്ക് 2 ലേഖനം 5 അധ്യായം 5-6 വചനങ്ങളെ കാണാൻ പറ്റും. ഞാൻ ഒറ്റയ്ക്കല്ല. ഈ വിശ്വാസയാത്രയിൽ കർത്താവിനെ ഏൽപ്പിച്ചിരിക്കുന്ന ഈ മിഷൻ പ്രവർത്തനങ്ങളിൽ എൻ്റെ കർത്താവിൻ്റെ കൂടെയുണ്ട്. പരിശുദ്ധാത്മാവിനെ ഞങ്ങൾക്ക് അച്ചാരമായി തന്ന ദൈവം എൻ്റെ കൂട്ടിനുണ്ട്. കർത്താവിൻ്റെ കൂടെയുണ്ടെന്നുള്ള ഉറപ്പ് നമ്മെ ധീരരാക്കി മാറ്റും. ഹല്ലേലൂയ! ഒരു പ്രൊഫറ്റിക് കറേജ്, ഒരു പ്രവാചക ധീരത നമുക്ക് ലഭിക്കും പ്രിയപ്പെട്ടവരെ. ഈ ഒരു ധീരതയിലേക്കാണ് ഹോളി സ്പിരിറ്റ് നമ്മളെ വിളിക്കുന്നത്. നമ്മളിങ്ങനെ ഭയപ്പെടേണ്ടവരല്ല. ഈശോ പറഞ്ഞില്ലേ, ശരീരത്തെ കൊല്ലുന്നതിൽ കവിഞ്ഞ് ഒന്നും ചെയ്യാൻ കഴിവില്ലാത്തവരെ നിങ്ങൾ പേടിക്കണ്ട, നിങ്ങൾ ഭയപ്പെടേണ്ട. ഇത് കർത്താവ് നമുക്ക് തരുന്ന ഒരു ഉറപ്പാണ് പ്രിയപ്പെട്ടവരെ. അസ്വസ്ഥരാവേണ്ട കാര്യമില്ല. കർത്താവ് കൂടെയുണ്ട്. പ്രതിസന്ധികളിലെ, ദുരിതങ്ങളിലെ, സഹനങ്ങളിലെ, ഞെരുക്കങ്ങളിലെ, സങ്കടങ്ങളിലെ നമ്മൾ ഒറ്റയ്ക്കാണോ സഹോദരൻ, സഹോദരി? നീ ഒറ്റയ്ക്കാണോ? നമ്മൾ ഒറ്റയ്ക്കാണെന്നൊക്കെ തോന്നിപ്പോവും. ഒറ്റയ്ക്കല്ല, കർത്താവ് കൂടെയുണ്ട്. കർത്താവ് കരം പിടിക്കുന്നുണ്ട്. കർത്താവ് നമ്മളെ പരിപാലിക്കുന്നുണ്ട്. കർത്താവിൻ്റെ സ്നേഹം നമ്മളാണ്. പൗലോസ്ലീഹ പറയാണ്, ഞങ്ങൾക്ക് നല്ല ധൈര്യമുണ്ട്. ഞങ്ങൾക്ക് നല്ല ധൈര്യമുണ്ട്. നിങ്ങൾ 6-ാമത്തെ വചനം വായിക്കണം. 2 Corinthians chapter 5 verse 6, 5-6 സ്ലീഹ പറയാണ്, ഞങ്ങൾക്ക് നല്ല ധൈര്യമുണ്ട്. 4-ാമത് അവിടെ പൗലോസ്ലീഹ പറഞ്ഞ മറ്റൊരു കാര്യമുണ്ട്. എന്തുകൊണ്ട് ഈ ധൈര്യവും ഈ പ്രത്യാശയും ഒക്കെ എന്തുകൊണ്ട് പൗലോസിന് കിട്ടുന്നത്? അത് ഫെയ്ത്താണ്, വിശ്വാസമാണ്. കൊരിന്ത്യസ്കാർക്ക് 2-ാമത്തെ ലേഖനം 5-ാം അധ്യായം 7-ാം വചനത്തിൽ സ്ലീഹ പറയാണ്, ഞങ്ങൾ നയിക്കപ്പെടുന്നത് കാഴ്ചയാലല്ല, വിശ്വാസത്താലാണ്. ബൈ ഫെയ്ത്ത്. ഞങ്ങൾ വിശ്വാസത്താലാണ് ജീവിക്കുന്നത്. എൻ്റെ സഹോദരി സഹോദരങ്ങളെ, നമ്മൾ കാണുന്നതല്ല വിശ്വസിക്കേണ്ടത്, വിശ്വസിക്കുന്നത് കാണാൻ നമുക്ക് കഴിയണം. ഹല്ലേലൂയ! വിശ്വാസ മണ്ഡലത്തിൽ നമ്മൾ ജീവിക്കണം. നമ്മൾ ഇനിയും പ്രതിസന്ധികളിലേക്ക് പോകുന്നത്. ലോകത്തിന് ഒരിക്കലും ഇനി പഴയതുപോലെ പോകാൻ സാധ്യമല്ല ദൈവമക്കളെ. അല്ലെങ്കിൽ അനേകം ജീവിതങ്ങൾ മാനസാന്തര കൃപയിലോട്ട് വരണം. ദൈവനിഷേധവും ദൈവദൂഷണവും വഴിവിട്ട ലൈംഗികതകളും അഹങ്കാരവും ഗർവും ജഡീകതകളും അതുപോലെ തന്നെ മാരക പാപത്തിൻ്റെ ഒരുപാട് ജീവിതങ്ങളും വിശ്വാസരാഹിത്യവും ദൈവത്തെ അവഹേളിക്കുക, എന്തൊക്കെയാണ് നടക്കുന്നത് ദൈവമക്കളെ? അതുപോലെ പാപം പെരുകിയിരിക്കുന്ന ഈ നാളുകളിൽ ദൈവത്തിൻ്റെ കരുണയെ ചവിട്ടിക്കളഞ്ഞ് അസംഖ്യമാത്മാക്കള് ദൈവദൂഷകരായി, ദൈവനിന്ദകരായി മുന്നോട്ട് പോവാണ്. അനുതപിക്കാനും മാനസാന്തരപ്പെടുവാനും നമ്മൾ തയ്യാറാകുന്നില്ലെങ്കിൽ നമുക്ക് സമാധാനത്തിന് ജീവിതം നയിക്കുവാൻ സാധിക്കുകയില്ല. നമ്മൾ തന്നെയാണ് ഇതൊക്കെ നഷ്ടപ്പെടുത്തി കളഞ്ഞ. കർത്താവിൻ്റെ ആഗ്രഹം എന്താ? ഒരൊറ്റ വ്യക്തി പോലും നശിച്ചു പോകാതെ എല്ലാവരും നിത്യജീവൻ പ്രാപിക്കണമെന്നാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ! ഇതൊന്നും ദൈവം മനഃപൂർവ്വം തരുന്നതല്ല, നമ്മൾ തന്നെ വരുത്തി വയ്ക്കുന്ന കാര്യങ്ങളാ. നല്ലൊരു ശതമാനം മാനസാന്തരപ്പെടാൻ, അനുദപിക്കാൻ, കർത്താവിലേക്ക് തിരിച്ചു വരാൻ സ്വർഗം നിരവധി മുന്നറിയിപ്പുകൾ നൽകിയിട്ടും സ്വയത്തിൽ ആശ്രയിച്ചുകൊണ്ട് ദൈവത്തെ അവഗണിച്ച് അനേകർ മുന്നോട്ട് പോകുമ്പോൾ പ്രിയപ്പെട്ടവർ, അതിൻ്റെ പ്രതിഫലനങ്ങൾ ലോകത്തിലുണ്ടാകും. വിശ്വാസം മുറുകെ പിടിക്കണം. ഞങ്ങൾക്ക് നല്ല ധൈര്യമുണ്ട്. കാരണം ബൈ ഫെയ്ത്ത്. ഹെബ്രായ പുസ്തകം 10:38 പറയാണ്, എൻ്റെ നീതിമാൻ വിശ്വാസം മൂലം ജീവിക്കും. ഞാൻ ആത്മാവിൽ പറയട്ടെ, വിശ്വാസം മൂലം ജീവിക്കേണ്ട ഒരു സമയത്തിലേക്ക് വന്നിരിക്കുക. എന്തോരം ബിസിനസ്സുകൾ തകർന്നു പോയത്, സാമ്പത്തിക ഭാരങ്ങൾ കൂടുന്നു, ജീവിക്കാൻ തന്നെ മനുഷ്യൻ ബുദ്ധിമുട്ടുന്നു.
ഇങ്ങനെ ഒരുപാട് പ്രതിസന്ധികൾ നമ്മുടെ തലയ്ക്ക് മീത് ഉയർന്നു നിൽക്കുമ്പോൾ അനേകർ ചിന്തിക്കുന്ന ഒരു ചിന്തയുണ്ട്, ഇങ്ങനെ പോയാൽ കാര്യങ്ങൾ എന്തായി തീരും, ഇതെവിടെ ചെന്ന് അവസാനിക്കും? അതിനുള്ള ഉത്തരമാണ് പരിശുദ്ധാത്മ പറയുന്നത്. എന്റെ നീതിമാൻ, എന്നെ സ്നേഹിക്കുന്ന ഒരു ദൈവ പൈതൽ, കർത്താവിനെ ആശ്രയിക്കുന്ന ഒരു ദൈവ പൈതൽ, കർത്താവിനോട് വിശ്വസ്ത പുലർത്തുന്ന ഒരു ദൈവ പൈതൽ, വിശ്വാസം മൂലം ജീവിക്കുവാനുള്ള സകല അനുഗ്രഹങ്ങളും സ്വർഗം പ്രദാനം ചെയ്യും. ഹല്ലേലൂയ! നിങ്ങൾ എത്ര പേര് ഇത് വിശ്വസിക്കുന്നുണ്ട്? വിശ്വാസം മൂലം ജീവിക്കാൻ പറ്റൂ? ഇത് പ്രസംഗിക്കാൻ വേണ്ടി ഒരു വിഷയം പറയല്ല, പറ്റും പ്രിയപ്പെട്ടവരെ. വിശ്വാസത്തിന് ഭയങ്കര പവറുണ്ട്. വിശ്വാസം എന്ന് പറയുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് പരിപൂർണമായ ദൈവാശ്രയത്വമാണ്. പരിപൂർണമായ ദൈവാശ്രയത്വം. ഒരു ചെറിയ കാര്യത്തിൽ പോലും നമ്മൾ നമ്മുടെ ബുദ്ധി ആശ്രയിക്കാതെ കർത്താവിനെ ആശ്രയിച്ച് നോക്കി, നമ്മുടെ കാര്യങ്ങൾ കർത്താവ് ഏറ്റെടുത്ത് നയിക്കുന്നത് കാണാൻ പറ്റും. നമ്മുടെ ആവശ്യങ്ങളിൽ ദൈവശക്തി ഇറങ്ങി വരുന്നത് അനുഭവിക്കാൻ പറ്റും. നമ്മുടെ ഭൗതികമായും ആത്മീയമായ നിയോഗങ്ങളിൽ പരിശുദ്ധാത്മാവിന്റെ ഇടപെടലുകള് നമുക്ക് സ്വന്തമാക്കാൻ പറ്റും. വീണ്ടും പൗലോസ്ലീഹ പറയാണ്, എൻ്റെ ലക്ഷ്യം എന്താണ്? നമ്മുടെ ലക്ഷ്യം എന്താ? ഇന്ന് പലരുടെയും ലക്ഷ്യം ഈ ലോകത്തെക്കുറിച്ചാണ്. ഇവിടെ ഭംഗിയായി ജീവിക്കണം, നന്നായി ജീവിക്കണം, എല്ലാവരാലും ഞാൻ അറിയപ്പെടണം, പോപ്പുലർ ആകണം, അല്ലെങ്കിൽ എനിക്ക് ഇന്നതാകണം, ഇന്ന കാര്യങ്ങൾ, അതൊക്കെ നല്ലതാണ്, വേണ്ടെന്നല്ല. പക്ഷെ അതിലെല്ലാം കർത്താവ് ഉണ്ടാവണം, അതിലെല്ലാം പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം ഉണ്ടാവണം. ഈശോ ഇല്ലാത്തൊന്നും നമുക്ക് വേണ്ട പ്രിയപ്പെട്ടവരെ. പൗലോസ് പറയുന്നുണ്ട്, എനിക്കൊരൊറ്റ ലക്ഷ്യമുള്ളൂ, എൻ്റെ കർത്താവിനെ പ്രസാദിപ്പിക്കുക എന്നതാണ് എൻ്റെ ലക്ഷ്യം. ഹല്ലേലൂയ! അടുത്തായിരുന്നാലും അകലെയായാലും എൻ്റെ കർത്താവിനെ പ്രസാദിപ്പിക്കുക, എൻ്റെ കർത്താവിനെ ആനന്ദിപ്പിക്കുക, എൻ്റെ കർത്താവിനെ ആശ്വാസം നൽകുക. ഈ ഒരൊറ്റ ലക്ഷ്യം എനിക്കുള്ളൂ. എത്ര വലിയൊരു ലക്ഷ്യബോധമാണ് പ്രിയപ്പെട്ടവരെ. ഞാൻ അവസാനിപ്പിക്കുകയാണ്. അവസാനമായി പൗലോസ് പറയുന്നൊരു കാര്യമുണ്ട്. കൊരിന്ത്യർക്കാർക്ക് 2 ലേഖനം 5:10. അത് ന്യായവിധിയെക്കുറിച്ചുള്ള ബോധ്യമാണ്. ന്യായവിധിയെക്കുറിച്ചുള്ള ബോധ്യം. പൗലോസ് പറയാണ്, ഈ ശരീരത്തിൽ ഞാനും നിങ്ങളും ചെയ്തിട്ടുള്ള നന്മ തിന്മകൾക്കുള്ള പ്രതിഫലം ഏറ്റുവാങ്ങാൻ നാം ഓരോരുത്തരും ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിന് മുൻപിൽ നിൽക്കേണ്ടി വരും. എത്ര വലിയൊരു തിരിച്ചറിവാണത്. നമ്മൾ തെറ്റിദ്ധരിക്കരുത് ഇതൊക്കെ ഒരു കെട്ടുകഥയാണെന്ന്. അല്ല ദൈവമക്കളെ, ന്യായവിധിയുണ്ട്. എബ്രായ 9:27 പറയാണ്, മരണം അതിനുശേഷം വിധി. ഈ സത്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. പൗലോസ് ഇതെല്ലാം അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ ആത്മാവ് വെളിപ്പെടുത്തിയപ്പോൾ കർത്താവിന് വേണ്ടി തീപിടിച്ചൊരാത്മാവായി സഭയുടെ വിശ്വസ്ത ഒരു ശുശ്രൂഷകനായിട്ട് മാറി. എനിക്കും നിങ്ങൾക്കും ഈ കാലഘട്ടത്തിൽ കർത്താവിനെ സ്നേഹിക്കണമെങ്കിൽ, നമ്മുടെ കുടുംബങ്ങളിൽ കർത്താവിൻ്റെ സ്നേഹവും ആനന്ദവും നിറയണമെങ്കിൽ, നമ്മുടെ സഭാ സമൂഹങ്ങളിൽ സമർപ്പിത കൂട്ടായ്മകളിലെല്ലാം പരിശുദ്ധാത്മാവിന്റെ തീയിറങ്ങി അവിടെയെല്ലാം പ്രാർത്ഥനയുടെയും ആരാധനയുടെയും അഭിഷേക കൃപകൾ വെളിപ്പെടണമെങ്കിൽ ഈ ഒരു വെളിപാടുകളിൽ നമ്മൾ ജീവിക്കാൻ തയ്യാറാകണം ദൈവമക്കളെ. പരിശുദ്ധാത്മാവ് നൽകുന്ന ഈ ബോധ്യങ്ങൾ, ഈ ദൂതുകൾ ഏറ്റെടുത്ത് നമ്മുടെ ജീവിതങ്ങളെ ക്രമപ്പെടുത്താം. അതിനായി കർത്താവിൻ്റെ ആത്മാവ് നമ്മളെല്ലാം സഹായിക്കട്ടെ. വ്യക്തിപരമായി നമ്മുടെ നിയോഗങ്ങളെയും കുടുംബത്തിൻ്റെ സകല ആവശ്യങ്ങളെയും നമ്മെ ഓരോരുത്തരെയും നമ്മുടെ കർത്താവ് സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. മഹത്വമേ മഹത്വമേ മഹത്വത്തിൻ രാജാവേ, മഹത്വത്തിൻ സാന്നിധ്യം. മഹത്വമേ മഹത്വമേ മഹത്വത്തിൻ